ഇപ്പോൾ സർക്കാരിന്റെ പ്രതിനിധികളുണ്ട് ഈ വഖഫ് ബോർഡിൽ തന്നെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർക്കൊപ്പം ഈ നിയമത്തെ പറ്റി പാണ്ഡിത്യമുള്ള ഇതര വിഭാഗത്തിൽപ്പെടുന്ന എംപിമാരും റിട്ടയർഡ് ജഡ്ജസുമാരും ഉൾപ്പെടുന്ന ഒരു പാനലിന്റെ കയ്യിലേക്ക് വരികയാണ്. സാഹചര്യങ്ങൾ വളരെ കൃത്യമായും വ്യക്തമായും മാറിക്കഴിഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടുന്ന് തന്നെ നീതി ലഭിക്കും. സർക്കാരിന് ഇടപെടാൻ കഴിയുന്നുണ്ട്. സർക്കാരിന്റെ പ്രതിനിധിയായി ജില്ലാ കളക്ടർ വരുന്നു. തർക്കമുള്ളിടത്ത് ജില്ലാ കളക്ടർക്ക് സർക്കാർ ഭൂമിയാണെങ്കിൽ അത് ഇടപെട്ടുകൊണ്ട് ഏറ്റെടുക്കാനുള്ള അധികാരങ്ങൾ സർക്കാരിലേക്ക് വരികയാണ്. കേന്ദ്ര സർക്കാരിലേക്ക് മാത്രമല്ലല്ലോ, സംസ്ഥാന സർക്കാരിലേക്ക് ഒക്കെ വരികയാണ്. പിന്നെ മുനമ്പത്തെ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞല്ലോ, നിയമമായി കഴിഞ്ഞിരിക്കുന്നു, പരിഹരിക്കാൻ കഴിയും. സംസ്ഥാന സർക്കാരുകളുടെ കീഴിലാണല്ലോ റവന്യൂ വകുപ്പ്, കേന്ദ്ര സർക്കാരിലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന അത് ഏത് സർക്കാർ, കേരളത്തിൽ ഇടതുപക്ഷമായിക്കോട്ടെ, ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ BJP ആയിക്കോട്ടെ, അവർക്കെല്ലാം ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നത്. നേരിട്ടുള്ളിടത്തും കേന്ദ്ര സർക്കാരിന് പരിഹരിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ രാജ്യത്ത് ഫെഡറൽ സംവിധാനങ്ങളാണ്. റവന്യൂ അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാനങ്ങളിൽ കൈകാര്യം ചെയ്യപ്പെടുന്നത് സംസ്ഥാന സർക്കാരുകളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇനി ഇത് പരിഹരിക്കാൻ വളരെ എളുപ്പമായി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം വ്യക്തമായി പറയുന്നു, ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും, അത് കേവലം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്കോ ഇതര വിഭാഗത്തിൽപ്പെട്ടവർക്കോ മാത്രമല്ല, ഈ വഖഫുമായി ബന്ധപ്പെട്ട് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ തന്നെ വളരെ വ്യക്തമായ തർക്കങ്ങൾ നിൽക്കുന്നു. ഇതെല്ലാം ഇനി പരിഹരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാജ്യത്ത് വലിയൊരു ദിശാബോധം തെളിയിക്കുന്ന ഒരു നിയമനിർമ്മാണം തന്നെയാണ് ഈ വഖഫിലൂടെ ഈ രാജ്യത്തേക്ക് നരേന്ദ്രമോദി സർക്കാർ നൽകിയിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.